മോനെ, ഞാനാ നിന്റെ അച്ഛനാ. കണ്ണു തുറക്കും മോനെ, കണ്ണു തുറക്ക് മോനെ. മോനെ, ബോധമില്ലാത്ത ആ കുഞ്ഞിനെ എന്തിനു വിളിക്കുന്നു? അച്ഛോ, ഞാനെല്ലാം അറിയുന്ന ഇപ്പഴാ. എന്റെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. തെറ്റാരുടേതായാലും ശിക്ഷിക്കപ്പെട്ടത് ഈ കുഞ്ഞാണ്. ഇനി എന്റെ കുഞ്ഞ് ശിക്ഷിക്കപ്പെടില്ല അച്ഛോ. ഇവനെ ഞാൻ വളർത്തും. ദിലീപിനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഈ കുഞ്ഞിനെ ഈ നിലയിൽ ഇവിടുന്ന് കൊണ്ടുപോകാനോ? ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ കൂടാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല അച്ഛോ. മിസ്റ്റർ ബാലൻ, ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം അനാഥരാണ്. പക്ഷേ ഈ കുഞ്ഞിന്റെ ഗതികൾ ആർക്കും വന്നിട്ടില്ല. ഇന്നു മുതൽ എന്റെ കുഞ്ഞ് ഒരിക്കലും ഗതികെട്ടവനായിരിക്കില്ല അച്ഛോ. എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഓടിക്കളിച്ചു വളർന്ന ഈ കുഞ്ഞിനെ ഈ ഗതിയിലാക്കിയതിന് കാരണം അവന്റെ അമ്മയാണ്. ഇപ്പോൾ അച്ഛനായ നിങ്ങൾ അവനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഇല്ല, എനിക്ക് അനുവദിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് തെറ്റാണോ? തെറ്റല്ല. പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ അവനെ വളർത്തിയ ഞാനും ഡോക്ടർമാരും എല്ലാം തോറ്റിരിക്കുകയാണ്. അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവന്റെ പെറ്റമ്മ ഇവിടെ വന്നേ തീരൂ. അത് നടക്കില്ലച്ചോ. നടക്കില്ലെങ്കിൽ നാം എല്ലാവരും ഈ കുഞ്ഞിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. അച്ഛോ, നിങ്ങൾക്ക് ഈ കുഞ്ഞിനോട് സ്വല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വേഗം പോയി അവരെ കൂട്ടിക്കൊണ്ടുവരൂ. ഇനി ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് കരുതി ഇറങ്ങിപ്പോയനെ ഞാൻ. പക്ഷേ വീണ്ടും എനിക്ക് സഹായം തേടി വരേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് വീണ്ടും ജീവിക്കേണ്ടിയിരിക്കുന്നു. ആരെയും ജീവിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിന്റെ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയേണ്ടത്. നിന്റെ ഇന്നത്തെ ജീവിതത്തിന് അവൻ നിനക്കൊരു ശാപമായിരിക്കാം. പക്ഷേ എനിക്കവൻ ജീവനാണ്. അവന്റെ നിഴൽ പോലും നിന്നെ വീശാതെ ഞാൻ അവനെ വളർത്തിക്കൊള്ളാം. സ്വന്തം അമ്മയുടെ മോനെന്നൊരു വിളി കേൾക്കാനായി എന്റെ കുഞ്ഞ് ഈ പടി വിട്ട് ഇറങ്ങരുതെന്നാണ് രാജേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ധിക്കരിക്കാനല്ല ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ വന്നില്ലെങ്കിൽ ഈശ്വരന് പോലും അവനെ രക്ഷിക്കാൻ കഴിയില്ല. രാജേട്ടൻ അനുവദിച്ചാൽ അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നാൽ ചിലപ്പോ എന്റെ കുഞ്ഞിന്റെ ശവം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ പോകുന്നു. അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നാൽ ചിലപ്പോ എന്റെ കുഞ്ഞിന്റെ ശവം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എവിടെ പോന്നു? എന്റെ കുഞ്ഞിനെ കാണാൻ. സുമേ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്തവനെ പറഞ്ഞ് ഞാൻ നിന്റെ മുൻപിൽ ജീവിച്ചു. എനിക്കിനി ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ഞാനൊരു അമ്മയാണ്. ഞാൻ ചെയ്ത തെറ്റിന് ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിനെ ഞാൻ ബലി കൊടുക്കില്ല. ഞാൻ അങ്ങേ അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടേ മതിയാവൂ. ഞാൻ പോയി വരട്ടെ. പോയിക്കൊള്ളൂ. വരുന്ന കാര്യത്തിനെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. മോനെ, കണ്ണു തുറക്കും. അമ്മയെ വിളിക്കുന്നു. കണ്ണു തുറക്കും മോനെ. മോനെ, കണ്ണു തുറക്കും മോനെ. മോനെ,
അങ്ങ് എന്തിനിവിടെ വന്നു? അങ്ങയെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് കുഞ്ഞിനെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ മറന്നേക്കോ? ഞാൻ നിന്നെ മറക്കണമല്ലേ? നിനക്ക് ഈ കുഞ്ഞിനെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. ഫാദർ, ഇന്നു മുതൽ ഈ കുഞ്ഞ് എന്റെ മകനാണ്.